ശ്രീ വി വി രാജേഷ്, ഒന്ന് ഈ കേന്ദ്ര നയമാണ് ഇതിന് പരിഹാരം കാണാൻ കഴിയാത്തത് എന്നുള്ള ഒരു ആരോപണം, അതിന് മറുപടി പറയണം. അതിനൊപ്പം തന്നെ 4 പേരാണ് ഇവിടെ പ്രശ്നക്കാരായ നായകളെ പിടിച്ചുകൊണ്ട് വരാനുള്ളത് എന്ന് പറയുന്നു. ഇവർക്ക് തന്നെ ശമ്പളമില്ല. 675 രൂപ ദിവസക്കൂലി നിശ്ചയിച്ചാണ് കോർപ്പറേഷൻ നായപിടുത്തക്കാരെ നിയമിച്ചിട്ടുള്ളത്. അത് കൊടുക്കുന്നില്ല. പിന്നെ ആദ്യം നമ്മളിത് ഏൽപ്പിച്ചത് കുടുംബശ്രീക്കാരെയാണ്. അവർ പക്ഷെ അതിന് കൃത്യമായ അല്ലെങ്കിൽ ഔദ്യോഗികമായ അവർക്ക് അതിനുള്ള ഒരു ബോഡി അല്ല എന്ന് നിശ്ചയിച്ചതിന് ശേഷം അത് പിരിച്ചുവിട്ടു. പിന്നീട് ആരിത് പ്രാബല്യത്തിൽ വരുത്തുമെന്നൊരു കൺഫ്യൂഷനുണ്ട്. ഇങ്ങനെ ഓരോ കാര്യത്തിനും മറുപടി പറയുക എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ പരിഹാരം കാണാമെന്ന് പറയുന്നതല്ലാതെ നടപ്പാവുന്നില്ല. മാധു, ഇത് ഇപ്പോൾ കേന്ദ്ര നിയമം എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമത്തിൽ ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെ എംപിമാരെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അവരവിടെ പോയിട്ട് ആവശ്യപ്പെടുകയും അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യാൻ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വരുത്താനുള്ള സമ്മർദ്ദം അല്ല ഞാൻ പറയുന്നത്. കേരളത്തിലുള്ള എംപിമാർ ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നെ ഇനിയിപ്പോൾ പരാജയപ്പെടുത്താതിരിക്കും. ഞാൻ പറയട്ടെ, കേരളത്തിൽ നിന്നുള്ള എംപിമാർ അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ചർച്ച ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട്, അവർ അതിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നിയമത്തിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യണം. ഇന്ന് നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുമ്പോഴേക്കും നാളെ രാവിലെ നിയമത്തിൽ മാറ്റം വരുത്താൻ പോകുന്നില്ലല്ലോ. നാളെ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താ ചെയ്യാൻ പറ്റും? 40 വർഷം ഇപ്പോൾ എൻ്റെ കയ്യിൽ മാതൃഭൂമി പത്രമായിരിക്കുന്നത്. ABC കേന്ദ്രങ്ങൾ നവീകരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ ഒരു 100 വാർത്തയെങ്കിലും ഇതുപോലെ ഈ നവീകരിക്കാൻ വേണ്ടി 50 ലക്ഷം രൂപയാണ് മിനിമം അനുവദിക്കുന്നത്. 100 തവണയെങ്കിലും ഇതുപോലെ തിരുവനന്തപുരത്ത് ABC കേന്ദ്രങ്ങൾ നവീകരിക്കുവാൻ വേണ്ടി പണം മുടക്കി വാർത്ത വന്നതിന്റെ കട്ടിങ്സ് എൻ്റെ ഇരിപ്പുണ്ട്. ഇപ്പം ഈ തെരുവുനായ പ്രശ്നം രൂക്ഷമായ സമയത്ത് മാതൃഭൂമി ന്യൂസ് ഈ കേരളത്തിലുള്ള ഈ ABC കേന്ദ്രങ്ങളുടെ പരിതാപാവസ്ഥയെ പറ്റി ഒരു ക്യാമ്പയിൻ ചെയ്തിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് നവീകരിക്കാനുള്ള ഇടപെടലുകളൊക്കെ നടത്തി. ഇതിന്റെ തന്നെ എണ്ണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ചില കണക്കുകളുണ്ട്. ആ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ അത് എത്രത്തോളം അപര്യാപ്തമായ രീതിയിലാണ് ഉണ്ടാവുന്നത് എന്നത് നമുക്ക് വ്യക്തമാണ്. അതായത് ഈ വന്ധ്യംകരിക്കാനുള്ള നായ്ക്കളുടെ എണ്ണവും ഇതും തമ്മിലുള്ള ഒരു ബന്ധം 2 ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു കേന്ദ്രം എന്ന നിലയ്ക്കാണ്. എത്ര നായ്ക്കളെയാണ് ഒരു ദിവസം ഒരു ഡോക്ടറിന് വന്ധ്യംകരിക്കാൻ കഴിയുക? താങ്കൾ പറഞ്ഞ മാതൃഭൂമിയിൽ നടത്തിയ ഇടപെടലിന് ശേഷം ഞാൻ കൃത്യമായിട്ട് നിരീക്ഷിച്ചാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയാണെങ്കിൽ പേട്ടയിലും വണ്ടിത്തടത്തും 2 തിരുവല്ലം ഭാഗത്ത് 2 ABC സെൻ്ററുകളാണുള്ളത്. അവിടെ ഒരു ദിവസം കിടത്താൻ പറ്റുന്ന 2 നായ്ക്കളെയാണ്. 8400 നായ്ക്കൾ അലഞ്ഞു തിരിഞ്ഞ് ആക്രമണോത്സവമായി നടക്കുന്ന സ്ഥലത്ത് 2 നായ്ക്കളെ ദിവസം വന്ധ്യംകരിച്ചിട്ട് 5 ദിവസം കിടത്തിയിട്ട് എത്ര ദിവസം കൊണ്ട് ഈ പ്രോസസ്സ് പൂർത്തിയാകും? ഒന്ന് ആലോചിച്ച് നോക്ക്. 40-50 ലക്ഷം രൂപയാണ്. ഇങ്ങനെ 100 തവണയെങ്കിലും പണം തിരുവനന്തപുരത്ത് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നായ്ക്കളുടെ എണ്ണം വ്യാപകമായി പെരുകും. ശ്രീ റെജി ലൂക്കോസ് ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ പാലാ മുനിസിപ്പാലിറ്റി വളരെ നന്നായിട്ടൊരു ഷെൽട്ടർ ഹോം പണിഞ്ഞു നായ്ക്കളെ പാർപ്പിക്കാൻ വേണ്ടി. 2-3 കൊണ്ടിരിപ്പം ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. ഉണ്ടായി കാണാം. പക്ഷേ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ മുൻപ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞങ്ങൾ വ്യക്തിപരമായി ഞാൻ സംസാരിച്ചു. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കാരണം ഏറ്റവും നന്നായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇൻഡോറിലാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മധ്യപ്രദേശിൽ ഞങ്ങളിത് പരിഹരിച്ചത് റിമോട്ട് ഏരിയയിൽ ഞങ്ങൾ സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ABC നടപ്പിലാക്കിയിട്ട് നായ്ക്കളെ തുറന്നുവിടുകയില്ല. അവയെ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുത്ത് ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഷെൽട്ടർ ഹോളിൽ ഞങ്ങൾ പാർപ്പിക്കും. ഞങ്ങൾക്ക് ഗവൺമെൻറ് കുറച്ച് പണം ചിലവായിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ പണം ചിലവായിട്ടുണ്ട്. ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് പണം. ആ പണം ചിലവാക്കിയപ്പോൾ ഞങ്ങൾക്ക് 10 വർഷം കൊണ്ട് ഈ നായ്ക്കളെ ഞങ്ങൾക്ക് പരിപൂർണമായിട്ടും ഇല്ലാതാക്കാൻ കഴിഞ്ഞു. പക്ഷേ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും നായ്ക്കളുണ്ട്. അത് എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചില സ്ഥലത്തുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുമ്പോൾ തന്നെ ഈ ഭീകരാവസ്ഥ കുറയ്ക്കാൻ സാധിച്ചു. താങ്കൾ പറഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു. ചില സ്ഥലത്ത് ജനങ്ങൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്ഥലത്ത് ഷെൽട്ടർ ഹോം പണിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാകും. പക്ഷേ അതോടുകൂടി സാധ്യത ടോട്ടലി അവസാനിപ്പിക്കുന്നതിന് പകരം ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് റിമോട്ട് ഏരിയകളിൽ സ്ഥലം കണ്ടെത്തുന്നതിലും ഒരു ആളുകളെ വിശ്വാസത്തിലെടുക്കുന്ന നമുക്ക് അതോടുകൂടി അവസാനിപ്പിക്കേണ്ട. ആ പരിശ്രമം ഗവൺമെന്റ് ടോട്ടലി എന്തിനാ അവസാനിപ്പിക്കുന്നത്? പരിശ്രമം തുടരാം. ഒരിടത്തും കിട്ടില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും സ്ഥലത്ത് ഒരുപക്ഷെ സ്റ്റേറ്റ് വിട്ടിട്ടായിരിക്കാം, പുറത്തായിരിക്കാം, സ്റ്റേറ്റിന് പുറത്തായി പണം ചിലവഴിക്കേണ്ടി വരും. പക്ഷേ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമല്ലോ. അങ്ങനെയുള്ള പരിശ്രമം നടക്കുന്നില്ല. ഞാൻ ഈ പത്രമനോരമയാണ് ഒറ്റ വാർത്ത ഒന്ന് വായിച്ചോട്ടെ. 2016 മുതൽ 24 വരെയുള്ള 8 വർഷം സംസ്ഥാനത്ത് വന്ധ്യംകരണം നടത്തിയത് 1,16,000 തെരുവുനായ്ക്കളെ മാത്രം. 2019 ലൈഫ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് 2,89,000 തെരുവുനായ്ക്കളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇരട്ടിയോളം വരുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വന്ധ്യംകരണം പ്രോപ്പറായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇരട്ടിയോളം ആവുന്നത് എങ്ങനെയാണ്? ഇത് മനോരമയിൽ ഫ്രണ്ട് പേജിലൊന്ന് വാർത്തയാണ്. ഇതിൻ്റെ അകത്തെ പേജിലുള്ളത് നായ്ക്കലിയിൽ വിറങ്ങലിച്ച് നഗരം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ ഒരു യഥാർത്ഥ പ്രശ്നം
കൃത്യമായിട്ട് ഇതിനെ അഡ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഈ അവൈലബിൾ ആയിട്ടുള്ള സൗകര്യം ഉപയോഗിച്ച് പോലും വന്ധ്യകരണ പ്രക്രിയ നിരന്തരമായി നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പ്രശ്നം വരുമ്പോഴുള്ള ചർച്ചയ്ക്കപ്പുറം ഇപ്പോ 40 വർഷം മുമ്പ് നവീകരിച്ച ABC കേന്ദ്രങ്ങൾ ഇപ്പോൾ വീണ്ടും എന്തിനാണ് നവീകരിക്കുന്നത്? ഇതൊരു തുടർ പ്രക്രിയയില്ലേ? തെരുവ് നായ്ക്കളെ 2-3 ദിവസമല്ലേ, അത് തീരുന്നവരെ വന്ധ്യംകരണം നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ 2-3 ദിവസം വാർത്ത വരുമ്പോഴേക്കും നടത്തിയതിനു ശേഷം പൂട്ടിയിടുന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നീട് എനിക്ക് മൃഗസ്നേഹികളോടൊക്കെ ബഹുമാനം തന്നെയാണൊക്കെ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയെ അതിൻ്റെതായ നിയമത്തിൻ്റെ പരിധി കൊണ്ട് റെസ്പെക്ട് ചെയ്യുക ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മൃഗസ്നേഹികൾക്ക് ആക്കും തന്നെ നല്ല കടി കിട്ടിയിട്ടില്ല. ഈ മൃഗസ്നേഹികൾക്ക് നല്ല കടി കിട്ടുമ്പോഴേക്കും എല്ലാ സ്ഥലത്തും, ആവശ്യമുള്ള സ്ഥലത്തും അനാവശ്യമായിട്ടുള്ള കടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, കിട്ടിക്കഴിഞ്ഞാൽ ഇടപെട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒരു പരിധി വരെ കേസിൻ്റെ നൂലാമാലകളൊക്കെ തന്നെ ഉണ്ടാകുന്ന അവസാനം. AC കാറിൽ പോയിട്ട് AC റൂമിലിരുന്ന് പട്ടി കടിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് നല്ല രസമാണ്. പക്ഷേ സ്വന്തം മക്കൾക്ക് പട്ടി കടിക്കുമ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കളെ പട്ടി കടിക്കുകയും അത് അതേപോലെ പേ പിടിച്ച നായൊക്കെയാണ് ദൗർഭാഗ്യവശാൽ കടിക്കണമെങ്കിൽ അപ്പോഴാരും തന്നെ AC റൂമിൽ ഇരുന്നുകൊണ്ട് നിയമമൊന്നും പറയില്ല. ബഹുമാനോടെ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ചിരിച്ചുപോയി. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു കടുവ നാട്ടിലിറങ്ങിയാൽ ആദ്യം 5 അംഗ കമ്മിറ്റി രൂപീകരിക്കണം, എന്നിട്ട് 5 അംഗ കമ്മിറ്റി കൂടണം. 5 അംഗ കമ്മിറ്റി കൂടി മിനിറ്റ്സ് ഒക്കെ എഴുതി കടുവ എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ച് വരുമ്പോഴേക്ക് കടുവ അവിടെ കിടന്നു തരും. നിങ്ങൾ മിനിറ്റ്സ് എഴുതിയിട്ട് വാ, ഞാൻ മിനിറ്റ്സ് ഒക്കെ നോക്കിയിട്ട് വെടിവെക്കാൻ നെഞ്ചു വിരിച്ച് നിർത്തിയതാണ്. അപ്പോൾ പ്രായോഗികമായിട്ട് ചിന്തിക്കുക. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് ഇടപെട്ട് കൃത്യമായി MP രാജേഷ് മന്ത്രിയൊക്കെ തന്നെ പകച്ചു നിൽക്കുകയാണ്. സ്റ്റേറ്റ്മെൻറ്റ് വരുന്നല്ല, ഒന്നുമില്ല. അതോടൊപ്പം തന്നെ ഷെൽട്ടറുകൾ നിർമ്മിച്ച് അവിടെ പാർപ്പിക്കുവാൻ തീരുമാനിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഈ ഒരു സംസ്ഥാനത്തിലും ഇത്രത്തോളം പ്രശ്നം വരുന്നില്ലല്ലോ. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വരുന്നു? അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉള്ള മാലിന്യ സംസ്കരണ പദ്ധതി പാളുന്നു. ഞാൻ ഇന്നലെ കൊല്ലത്തായിരുന്നു, കൊല്ലം ജില്ലയിൽ യാത്ര ചെയ്തു. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലും കൊല്ലം കോർപ്പറേഷനിലും ചില കാര്യങ്ങൾ ഞാൻ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഞാൻ അവിടുത്തെ മീറ്റിങ്ങിന് വന്നവരോട് ചോദിച്ചു, നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ നമുക്ക് ഉയർത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ ഇഷ്യൂ എന്താണ്? ആദ്യം എല്ലാ സ്ഥലങ്ങളിലും അവർ പറയുന്നത് തെരുവ് നായ പ്രശ്നമാണ്. തെരുവ് നായ പ്രശ്നം രൂക്ഷമാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നം, അഡ്രസ് ചെയ്യേണ്ട ഒരു പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഒരു സംസ്ഥാന സർക്കാർ പകച്ചു നിൽക്കുന്നത് മനുഷ്യജീവന് തന്നെ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിപ്പോ തുടർച്ചയായിട്ടുള്ള ഒരു സംഭവം മാത്രമല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടായ ഒന്നല്ല. നമ്മൾ തന്നെ തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1 വർഷം മുമ്പ് മുതൽ ഇങ്ങോട്ട് വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തെരുവുനായകളെ പേടിച്ചിട്ട് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഈ ഒരു കാലയളവിന് ശേഷം വീണ്ടും ഈ പ്രശ്നം ഇത്രത്തോളം സങ്കീർണമായി തുടരുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്തില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികവുമാണ്.